ഗവൺമെൻറ് UP സ്കൂൾ കാരറ 1967 ആരംഭിച്ച് ഇന്ന് കേരളത്തിലെ ഒരു പ്രമുഖ വിദ്യാലയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 12ഓളം ഉന്നതികളിൽ നിന്നുള്ള കുട്ടികൾക്ക് ഏക ആശ്രയമായ സർക്കാർ വിദ്യാലയം. ITDPയുടെ വിദ്യാവാഹിനി സഹായത്തോടെ കുട്ടികൾ സ്കൂളിലെത്തുന്നു. സ്നേഹസമ്പന്നരും ഉത്തരവാദിത്വവുമുള്ള വിദ്യാവാഹിനി ഡ്രൈവർമാർ സ്കൂളിൻ്റെ സമ്പത്താണ്. കാരറ സ്കൂളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നിറയെ പച്ചപ്പും പ്രകൃതി ഭംഗിയും നിറഞ്ഞ് വളരെ ശാന്തമായ അന്തരീക്ഷം. കുട്ടികൾ കളിച്ചും രസിച്ചും പഠിച്ചും വളരുന്നു. ഉല്ലസിച്ച് പഠിക്കാം, സേവനത്തിനായി ജീവിക്കാം എന്ന സ്കൂൾ മുദ്രാവാക്യത്തെ ഇത് അന്വർത്ഥമാക്കുന്നു. ഇനി നമുക്ക് ക്ലാസ് മുറികളിലേക്ക് കടന്നു ചെല്ലാം. സ്നേഹസമ്പന്നരായ പ്രീ പ്രൈമറി അധ്യാപികമാർ നൽകുന്ന ആദ്യാക്ഷര മധുരത്തിലൂടെ കുട്ടികളിവിടെ അറിവിൻ്റെ ലോകത്തിലേക്ക് ചുവടുവെക്കുകയാണ്. ചിട്ടയായ ഇൻഡോർ ഔട്ട്ഡോർ പഠന പ്രവർത്തനങ്ങളിലൂടെ കുട്ടികളുടെ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ വികാസം ഉറപ്പുവരുത്തുന്നു. സാമൂഹ്യശാസ്ത്ര പഠനമുറികൾ കൂടുതൽ സജീവമാക്കുന്ന നേരനുഭവങ്ങൾ, മടിയില്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനുള്ള അവസരങ്ങൾ, ഇഷ്ടത്തോടെ ഭാഷ സ്വായത്തമാക്കുന്നതിനുള്ള ആകർഷകമായ അനുഭവങ്ങൾ. ഹായ് കൂട്ടുകാരെ, ഇന്നിവിടെ നമ്പ്യാരുടെ ധ്രുവചരിതം, ശീതങ്കം തുള്ളലിലെ വായുവില്ലാത്ത ലോകം കവിതയുടെ ദൃശ്യാവിഷ്കാരമാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ായി ഉണ്ടിരിക്കുന്നവൻ വായും തുറന്നങ്ങു മിണ്ടാതിരുന്നാനുരുളയും കൈക്കൊണ്ടു കണ്ടിരിക്കുന്നവൻ കണ്ണും തണ്ടെടുത്തും കൊണ്ടു മണ്ടുന്നവനൊരു കുണ്ടിൽ മറിഞ്ഞു കിടന്നാൻ തടി പോലെ. I got to have an interesting story. That is why I said it has a special place in my heart. It is some water, son. I want to see what is in that blue box, said Anil. Later, Anil. I am Nia Fatima. I am studying 5th standard. This story's name is I Want That One. I like this story. My name is Imaya. I am studying 5th standard. I read the story. The story name Prasteller Uncle Goes to Play. The main characters in the story are Pahalwan and Gappu. I am Anaka. I am studying 5th standard. Today I am doing a car. The car's name was So Hard to Laugh. This story was very beautiful. മലയാളം രണ്ടാം ഭാഷയായ ഗോത്രവർഗ വിദ്യാർത്ഥികളെ കൂടി ഉൾച്ചേർത്തുകൊണ്ടുള്ള ഭാഷാധ്യാപന മാതൃകകൾ. പുസ്തകങ്ങളോടും വർത്തമാന പത്രങ്ങളോടും കൂട്ടുകൂടാനും വായന ജീവിതശീലമാക്കാനും ഉള്ള അവസരങ്ങൾ. ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോടെ പ്രഭാത ഭക്ഷണ പദ്ധതി മികച്ച രീതിയിൽ നടപ്പാക്കി കുട്ടികളെ ഊർജ്ജസ്വലരാക്കി ക്ലാസ് മുറികളിലേക്ക് എത്തിക്കുന്നു. ഭക്ഷണവും വെള്ളവും പാഴാക്കാതെ മികച്ച ജീവിതശീലങ്ങൾ ഉൾക്കൊള്ളുന്നതിനുള്ള പരിശീലനവും ഇതിലൂടെ ലഭ്യമാക്കുന്നു. മാറി മാറി വരുന്ന കുട്ടി വോളണ്ടിയർമാർ തന്നെയാണ് ഇതിന് നേതൃത്വം നൽകുന്നതും. ചിട്ടയായ പരിശീലനത്തിലൂടെ സ്കൂളിന് അകത്തും പുറത്തുമുള്ള വിവിധ മത്സര പരീക്ഷകൾക്കും മേളകൾക്കും കുട്ടികളെ പ്രാപ്തരാക്കുന്ന മികച്ച അധ്യാപകരുടെ സേവനം സ്കൂളിന് വിലപ്പെട്ടതാണ്. സ്കൂളിൻ്റെ അഭിമാനമായി മാറിയ കുട്ടിക്കർഷകൻ അഭിനന്ദ്. മൊബൈൽ ഫോൺ ഉപയോഗം
നിയന്ത്രിക്കുന്നതിന് ഒഴിവുവേളകളിലെ വിനോദോപാധിയായി കൃഷി മാറ്റിയതാണ് 3-ാം ക്ലാസ്സുകാരനായ അഭിനന്ദിനെ ഈ അവാർഡിന് അർഹനാക്കിയത്. 2025-26 അധ്യയന വർഷത്തിൽ മണ്ണാർക്കാട് സബ് ജില്ലയിൽ 2 ഡിവിഷൻ വർദ്ധിപ്പിച്ച ഏക വിദ്യാലയമായി കാരറ സ്കൂൾ മാറിയതും ഈ അധ്യാപന മികവിൻ്റെ ഉദാത്ത ഉദാഹരണമാണ്. അട്ടപ്പാടിയിൽ നിന്ന് 100 കത്തുകൾ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിലേക്കുള്ള യാത്രയിലാണ്. കാരറ ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികൾ പോസ്റ്റ് കാർഡിൽ 100 കത്തുകൾ തയ്യാറാക്കി പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വായനാ വാരമാണ് കുട്ടികളെ ഈ ആശയത്തിന് പ്രേരിപ്പിച്ചത്. സ്വന്തം അമ്മമാർക്ക് കത്തെഴുതാമെന്നായിരുന്നു ആദ്യ തീരുമാനം. പിന്നീട് ചിന്തകൾ വളർന്നു. അട്ടപ്പാടിക്ക് പുറത്തേക്കും ചിന്തിച്ചു. സാഹിത്യകാരന്മാർ, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ, വിവിധ വകുപ്പ് തലവന്മാർ, MLA മാർ, MP മാർ മുതൽ മുഴുവൻ മന്ത്രിമാർക്കുമുള്ള കത്തുകളും ഇവിടെ തയ്യാറായി കഴിഞ്ഞു. പുകവലിക്കും മദ്യത്തിനുമെതിരെ പരസ്യചിത്രവുമായി അട്ടപ്പാടിയിലെ കാരറ ഗവൺമെന്റ് UP സ്കൂൾ. വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഹ്രസ്വചിത്രം തയ്യാറാക്കിയിരിക്കുന്നത് സ്കൂൾ ഫിലിം ക്ലബ്ബാണ്. മന്ത്രി MP രാജേഷ് ഫേസ്ബുക്ക് പേജിലൂടെ ചിത്രം റിലീസ് ചെയ്തു. സ്കൂൾ തുറക്കുമ്പോഴേക്കും കുട്ടികളെ പിടിക്കാൻ മാനേജ്മെന്റ് സ്കൂളുകളാണ് സാധാരണ ഓടി നടക്കാറ്. എന്നാൽ തങ്ങളുടെ സ്കൂളിനെ കുറിച്ച് പ്രൊമോ വീഡിയോ ഇറക്കി ശ്രദ്ധ നേടിയിരിക്കുകയാണ് അട്ടപ്പാടിയിലെ കാരറ ഗവൺമെന്റ് UP സ്കൂൾ. വേറിട്ടൊരു സ്കൂൾ ഇവിടെയുണ്ട്. അട്ടപ്പാടിയിലെ കാരറ ഗവൺമെന്റ് UP സ്കൂൾ ഒരു സർക്കാർ സ്കൂളിന്റെ ഗുണമേന്മകൾ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് വളരെ സർഗാത്മകമായി കുട്ടികളെ സ്കൂളിലേക്ക് ക്ഷണിക്കുകയാണവർ. കാരറ ഗവൺമെന്റ് സ്കൂളിൽ ഡിജിറ്റൽ ക്ലാസ് മുറിയൊരുങ്ങി. പുറം ലോകം അധികം കാണാൻ അവസരം ലഭിച്ചിട്ടില്ലാത്ത 80%-ലധികം ഗോത്രവർഗ വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന സ്കൂളിൽ കുട്ടികൾക്ക് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരുമായി സംവാദവേദി ഒരുക്കുന്നതിനായാണിത്. ഏതൊരു വിദ്യാലയത്തിൻ്റെയും വളർച്ചയുടെ നെടും തൂണാണ് സ്കൂൾ രക്ഷാകർതൃ സമിതികൾ. കാരറ സ്കൂളിനെയും മുന്നോട്ട് നയിക്കുന്നത് അർപ്പണബോധമുള്ള അംഗങ്ങളുടെ പിന്തുണ തന്നെയാണ്. കാരറ സ്കൂൾ ഏറ്റെടുത്ത അഭിമാന പദ്ധതിയാണ് അക്ഷരായനം. മുഴുവൻ കുട്ടികളെയും വായനയിലും എഴുത്തിലും പ്രാവീണ്യമുള്ളവരാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഏറെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നെങ്കിലും പദ്ധതി മികച്ച വിജയത്തിലെത്തിക്കുവാൻ സാധിച്ചു. സിബിച്ചേട്ടൻ കഴിഞ്ഞ 40 വർഷങ്ങളായി കാരറ സ്കൂളിൻ്റെ അന്നദാതാവായ ഇദ്ദേഹം തയ്യാറാക്കുന്ന രുചികരവും പോഷകസമ്പുഷ്ടവുമായ ഉച്ചഭക്ഷണം കുട്ടികളെ ഊർജ്ജസ്വലരാക്കുന്നു. ഈ വർഷം വിദ്യാലയം ആരംഭിച്ചത് 10 വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ജീവിതപാഠം പദ്ധതിയിലൂടെയാണ്. ഓരോ ദിവസവും സ്കൂളിലെത്തുന്ന വിവിധ അതിഥികൾ കുട്ടികളുമായി സംവദിക്കുന്ന പരിപാടിയാണിത്. ഏതൊരാളോടും നിർഭയമായി ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ആത്മവിശ്വാസവും ആത്മാഭിമാനവും കുട്ടികൾക്ക് ഇതിലൂടെ ലഭിച്ചു. ജീവിതത്തിൻ്റെ അടിസ്ഥാന പാഠമായ കൃഷിയിലൂടെ മുന്നേറാൻ സഹായിക്കുന്ന കാരറ സ്കൂളിൻ്റെ ശ്രമങ്ങൾക്ക് അഗളി കൃഷി ഓഫീസിൻ്റെ നിരന്തരമായ പിന്തുണ വലിയ ശക്തി പകരുകയുണ്ടായി. ശാസ്ത്രം, ഗണിതം, സാമൂഹ്യശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളിലെ നൂതനാശയങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് കുട്ടികളെ സ്വയം പഠനത്തിന് പ്രാപ്തരാക്കുന്ന ഐലാബ് പദ്ധതിയും കാരറ സ്കൂളിൻ്റെ നേട്ടമാണ്.
സ്കൂളിൻ്റെ മൗലികമായ പ്രവർത്തനങ്ങൾ സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടും കേട്ടുമറിഞ്ഞ് സ്കൂളിനെ പിന്തുണയ്ക്കാനെത്തുന്ന നിരവധി സുമനസ്സുകൾ കാരറ സ്കൂളിന് കൂടുതൽ ഊർജം പകരുന്നു. സ്കൂളിന് അകത്തു മാത്രമല്ല സമൂഹത്തിലും ഇടപെടാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്ന നിരവധി പ്രവർത്തനങ്ങളും വിദ്യാലയം ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. പൊതു ഇടം ശുചീകരിക്കൽ, ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവ ഇതിനുദാഹരണങ്ങളാണ്. അങ്ങനെ ഇത്തവണ ഞങ്ങൾ നിയമസഭയിലുമെത്തി കേരളത്തിലെ മന്ത്രിമാരുമായി നേരിട്ട് സംസാരിക്കാനും കുട്ടികൾക്ക് സാധിച്ചു. വലിയ വരവേൽപ്പാണ് ഞങ്ങൾക്കവിടെ ലഭിച്ചത്. അട്ടപ്പാടി ഗ്രാമീണ മേഖലയിലെ വിദ്യാലയമായ കാരറ ഗവൺമെൻറ് UP സ്കൂളിലെ കുഞ്ഞുങ്ങൾ സംരംഭകരാകുന്നു എന്നുള്ളത് കൗതുകകരവും സന്തോഷകരവുമായ വാർത്തയാണ്. നമസ്കാരം, ഞാൻ ഇഫ അമൽ. കാരറ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. തലസ്ഥാന നഗരിയിലേക്കുള്ള യാത്ര തുടങ്ങി. അട്ടപ്പാടി കാരറ ഗവൺമെന്റ് UP സ്കൂളിൽ LP സോണൽ സ്പോർട്സിനായുള്ള പരിശീലനം അധ്യാപകരുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നു.